എൻ്റെ പ്രണയം ഭാഗം 35. അതെ, ഭാവി മരുമകളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അതിപ്പോൾ തെറ്റായിപ്പോയോ? നവീൻ ചോദിച്ചു. ഒരു തെറ്റുമില്ല, കറക്റ്റ് സമയത്താണ് നീ കാണിച്ചു കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് മരുമകളുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് അവർക്ക് മനസ്സിലായി. നേരിട്ട് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് ഇനി കരുതിയിരിക്കാമല്ലോ, ശ്രദ്ധയുടെ അച്ഛൻ പറഞ്ഞു. അവൾ അച്ഛനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അധ്യാപകരാണ്, പക്ഷെ ഇപ്പോഴും കുട്ടികളാണെന്ന വിചാരം, ശ്രദ്ധയുടെ അച്ഛൻ പറഞ്ഞു. എല്ലാവരും സംസാരിച്ച് കുറേ നേരം കൂടി ഇരുന്നു. എന്നാൽ നിരഞ്ജൻ വേഗം അവിടെ നിന്നും പോയിരുന്നു. അവരെല്ലാവരും പിരിഞ്ഞപ്പോൾ വൈകുന്നേരമായിരുന്നു. ഇതിനോടകം എല്ലാ ഫാമിലിയും തമ്മിൽ നല്ലൊരു അടുപ്പം സൃഷ്ടിക്കാൻ സാധിച്ചു ഈ എൻഗേജ്മെൻ്റ് കൊണ്ട്. പൊന്നുവിനോട് ഹരി യാത്ര പറഞ്ഞു പോകുമ്പോൾ അവൻ അവളെ തിരിഞ്ഞു നോക്കുന്നത് കണ്ട്, എൻ്റെ ഹരി, ഇത്രയും നേരം നീ അവളുടെ അടുത്ത് തന്നെ അല്ലായിരുന്നോ? പിന്നെയും ഇത് എന്തുവാടേ ഇത്? എന്താ നിനക്ക്? നവീൻ ചോദിച്ചപ്പോൾ ഹരി പറഞ്ഞു, നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഇത്രയും വർഷം അടക്കിപ്പിടിച്ചുകൊണ്ടിരുന്ന എൻ്റെ പ്രണയം, അത് പുറത്തേക്കൊഴുകുന്നതാണ്. അനുഭവിച്ചവർക്ക് മാത്രമേ ആ ഫീലിംഗ് അറിയൂ. അവൻ പറഞ്ഞു. ശരി, സമ്മതിച്ചു, പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. ഹരിയും ഫാമിലിയും അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വീടിന് മുറ്റത്ത് മറ്റൊരു കാറ് കിടപ്പുണ്ടായിരുന്നു. ഏട്ടൻ ഇതെപ്പോൾ വന്നു ആവോ? ഒന്ന് വിളിച്ചു പറയുക കൂടി ചെയ്തില്ലല്ലോ, ഹരിയുടെ അമ്മ പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങുന്നത്. ഹരിക്കുട്ടാ, നിനക്കുള്ള പണിയാണ്, പുറകിലെ കാറിൽ നിന്നും ഹരിയുടെ ഒപ്പം ഇറങ്ങിയ മുത്തശ്ശൻ പറഞ്ഞു. തൊട്ടുപുറകെ ഇറങ്ങിയ മുത്തശ്ശിയും അത് ശരിവെച്ചു. അതെങ്ങനെ മുത്തശ്ശന് മനസ്സിലായി? നിന്റെ അമ്മ കഴിഞ്ഞ ദിവസം പൊന്നുവിനെക്കുറിച്ച് അവളുടെ ഏട്ടനോട് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വരവുണ്ടാവുമെന്ന്. എന്തായാലും വാ, നോക്കാം എന്ന് പറഞ്ഞ് ഹരിയും മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അകത്തേക്ക് കയറി. ഏട്ടാ, എപ്പോഴാ വന്നേ? ഒന്ന് പറഞ്ഞു പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഹരിയുടെ അമ്മ സോഫയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും അടുത്തേക്ക് ചെന്നു. ഏട്ടത്തി, സുഖാണോ? ഹരിയുടെ അമ്മ ചോദിച്ചു. സുഖമായിട്ടിരിക്കുന്നു, അവർ പറഞ്ഞു. എന്തൊക്കെയുണ്ട് വിശേഷം? ഹരിയുടെ അമ്മ ചോദിച്ചതും, വിശേഷങ്ങളൊക്കെ എവിടെയല്ലേ? നീ അതിൽ വലിയൊരു വിശേഷമല്ലേ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്? ഹരിയുടെ അമ്മയുടെ സഹോദരനാണ് പറയുന്നത്. ശിവാനന്ദ് എന്ത് പറയുന്നു, സുഖമാണോ? ഹരിയുടെ അച്ഛൻ ചോദിച്ചുകൊണ്ട് അയാളുടെ അടുത്തുള്ള സോഫയിൽ ഇരുന്നു. ഏട്ടത്തി, മോളെന്തേ? ഹരിയുടെ അമ്മ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. മോള് വന്നിട്ടുണ്ട്, ഇപ്പോൾ ഒരു ഫോൺ വന്നിട്ട് പുറത്തേക്ക് പോയതാണ്. ഗാർഡനിലില്ലേ? അവർ ചോദിച്ചതും, ഇല്ല, ഞങ്ങൾ വന്നപ്പോൾ കണ്ടില്ല. ആ, ഇപ്പോൾ വരുമായിരിക്കും, നിങ്ങളിരിക്കെ. അപ്പോഴേക്കും അങ്ങോട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഹരിയും കയറി വന്നു. അവരും സോഫയിൽ ഇരുന്നു. നിങ്ങളിത് എല്ലാവരും കൂടി എവിടെ പോയതാ? അവർ ചോദിച്ചു. അത് ഇന്ന് ഹരിമോൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു, അവിടെ പോയതാ, ഹരിയുടെ അച്ഛൻ പറഞ്ഞു. അതെയോ? അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് അവരുടെ മകൾ ശിവരഞ്ജിനി വരുന്നത്. ആ, ദേ മോള് വന്നല്ലോ എന്ന് പറഞ്ഞതും എല്ലാവരും വാതിക്കലേക്ക് നോക്കി. ഒരു ജീൻസും സ്ലീവ്ലെസ് ടോപ്പും ഇട്ടുകൊണ്ട് കയറി വരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടതും ഹരിയുടെ മുത്തശ്ശിയുടെ മുഖം മാറി. മുത്തശ്ശിയുടെ മാത്രമല്ല, മുത്തശ്ശൻ്റെയും ഹരിയുടെയും. അവർക്കാർക്കും അവളെ ഇഷ്ടമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവൾ ഇവിടെ വന്ന് പഠിക്കാൻ വന്നപ്പോഴാണ് ഹരി കൂട്ടുകാരുടെ ഒപ്പം മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റിയത്. ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാരണവും അവൻ പറഞ്ഞു. ഹരി അവിടെ നിന്ന് പോവാനുള്ള കാരണം ശിവരഞ്ജിനി ആണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഹരിയുടെ മുത്തച്ഛനും മുത്തശ്ശിക്കും ഒന്നും അവളെ ഇഷ്ടമല്ല. കാരണം അത്രയും നാൾ തന്നെ അവർ അവളെ സഹിക്കുകയായിരുന്നു. അവളെ മാത്രമല്ല, അവളുടെ അച്ഛനെയും അമ്മയെയും. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചത് എന്നാണ് മുത്തശ്ശി അവളെ പറയുന്നത്. ആരോടും ഒരു ബഹുമാനവുമില്ല. ഒറ്റ മകളായതുകൊണ്ട് കൊഞ്ചിച്ച് വളർത്തിയതിൻ്റെ അഹങ്കാരം. ഹായ് ആൻറ്റി, ഹായ് അങ്കിൾ, ഗ്രാൻഡ്പ, ഗ്രാൻഡ്മ, സുഖമായിട്ടിരിക്കുന്നോ? അവൾ ചോദിച്ചുകൊണ്ട് ചിരിച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു. ഹരി ഇരുന്ന സോഫയുടെ അടുത്തുള്ള സോഫയിൽ ഇരുന്നു. അതിന് അവരൊന്ന് ചിരിച്ചതേയുള്ളൂ. എന്തായി മോളെ, മോളുടെ പഠിത്തമെല്ലാം കഴിഞ്ഞോ? ഹരിയുടെ അമ്മ ചോദിച്ചു. കഴിഞ്ഞു ആൻറ്റി, അവൾ നമ്മുടെ കോളേജിൽ ജോലിക്ക് കയറട്ടെ എന്നൊരു ആഗ്രഹം പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ശിവാനന്ദ് പറഞ്ഞതും ഹരിയുടെ അച്ഛൻ ഹരിയെ ഒന്ന് നോക്കി. നമ്മുടെ ഏത് കോളേജ്? മുത്തച്ഛനാണ് ചോദിച്ചത്. നമ്മുടെ ഇവിടെയുള്ള കോളേജില്ലേ, അവിടെ, ശിവാനന്ദ് പറഞ്ഞു.
അത് ഒറ്റയ്ക്ക് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഞാനതിൽ ഒരു പാർട്ട്ണറാണെങ്കിലും മറ്റു പാർട്ട്നേഴ്സുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യണം. പിന്നെ മോളുടെ ക്വാളിഫിക്കേഷൻ, അവിടെ വേക്കൻസി ഇപ്പോൾ ഉണ്ടോ, അതെല്ലാം നോക്കിയിട്ടേ അവിടെ അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റൂ. ഇൻ്റർവ്യൂ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ വേക്കൻസി ഒന്നുമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്, ഹരിയുടെ അച്ഛൻ പറഞ്ഞു. രുദ്രേട്ടൻ എന്താ പറയുന്നത്? ആ കോളേജിൽ 60% ഏട്ടൻ്റെ അല്ലേ? ശിവാനന്ദൻ്റെ ഭാര്യ ലത ചോദിച്ചു. അതെ, പക്ഷേ ഞാൻ ആർക്കു വേണ്ടിയും റെക്കമെൻഡ് ചെയ്യാറില്ല. ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കിട്ടും, പിന്നെ വേക്കൻസിയും. എന്തായാലും മോളൊന്ന് വെയിറ്റ് ചെയ്യൂ, നമുക്ക് അന്വേഷിക്കാം, രുദ്രപ്രതാപ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, രാവിലെ മുതലുള്ള ഇരിപ്പല്ലേ എന്ന് പറഞ്ഞ് അയാൾ പോയി. എന്നാൽ പിന്നെ ഞങ്ങളും ഒന്ന് ഫ്രഷായിട്ട് വരാം, കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തച്ഛനും മുത്തശ്ശിയും പോയി. നിങ്ങൾ എന്തായാലും വന്നതല്ലേ ഉള്ളൂ, ചെന്ന് റെസ്റ്റ് എടുക്ക്, നമുക്ക് പിന്നെ സംസാരിക്കാം പോകുന്നതിന് മുമ്പ്, മുത്തച്ഛൻ പറഞ്ഞു. ശിവകാമി, അവരുടെ റൂം കാണിച്ചു കൊടുക്കൂ. നിങ്ങൾ ഇന്ന് പോകുമോ? മുത്തശ്ശി ചോദിച്ചു. ഇല്ല, ഞങ്ങൾ കുറച്ച് ദിവസം ഉണ്ടാകും. ഇവിടെ മോള് കോളേജിൽ ജോലിക്ക് കയറിയിട്ടേ ഞങ്ങൾ പോകൂ, ശിവാനന്ദൻ്റെ ഭാര്യ പറഞ്ഞു. മോളുടെ പഴയ റൂമിൽ തന്നെ കിടക്കില്ലേ? അത് മോള് പോയിട്ടും അങ്ങനെ തന്നെ കിടക്കുകയാണ്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, ഹരിയുടെ അമ്മ പറഞ്ഞു. അത് മതി ആൻറ്റി, അതെൻ്റെ ഫേവറിറ്റ് റൂമാണല്ലോ എന്ന് പറഞ്ഞ് അവളും ചിരിച്ചുകൊണ്ട് അവളുടെ വലിയ ട്രോളി ബാഗും എടുത്തുകൊണ്ട് പോയി. മുത്തശ്ശിയും മുത്തച്ഛനും റൂമിലിരുന്ന് സംസാരിക്കുകയാണ്. ഇവളുടെ സ്വഭാവത്തെ പേടിച്ചാണ് നമ്മുടെ കൊച്ചുമകൻ കുറച്ച് വർഷം മാറി നിന്നത്. ഇനിയും അവളിവിടെ നിന്ന നമ്മുടെ ഹരിക്കുട്ടൻ ഇനിയും പോകുമോ? മുത്തശ്ശി ആകുലതയോട് ചോദിച്ചു. എന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ശിവാനന്ദ് വന്നിരിക്കുന്നത്. ഹരിക്കുട്ടൻ്റെ വിവാഹക്കാര്യം അറിഞ്ഞുകൊണ്ടുള്ള ഒരു വരവാണെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അത് എന്തിനാണ്? അത് മാത്രം അറിഞ്ഞാൽ മതി, മുത്തച്ഛൻ പറഞ്ഞു. അപ്പോഴാണ് മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും റൂമിൻ്റെ വാതിലിൽ മുട്ടുന്നത്. കയറി വന്നോളൂ, മുത്തശ്ശി പറഞ്ഞതും അകത്തേക്ക് ഹരി ചെന്നു. എന്തു പറ്റി? എൻ്റെ മുത്തശ്ശിയുടെ മുഖം വാടിയിരിക്കുന്നു. എനിക്കറിയാം, ഞാൻ ഇനി ഇവിടെ നിന്ന് പോകുമോ എന്ന് ആലോചിച്ചിട്ടല്ലേ. ഇനി ഞാൻ പോകില്ല, കാരണം ഇനി എനിക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എൻ്റെ മുത്തശ്ശിക്കുട്ടി ഒരു പേടിയും പേടിക്കണ്ട. അവിടെ നിന്നും എഴുന്നേക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മുത്തച്ഛന് മുത്തശ്ശി ചെവിതല കേൾപ്പിക്കില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ വേഗം വന്നതാണ്. എൻ്റെ കാര്യം ഓർത്ത് ടെൻഷനാവണ്ട, ഞാനിനി എങ്ങോട്ടും പോയില്ല. അന്നത്തെ പോലെ പേടിച്ചോടാൻ ഒന്നും ഞാനില്ല. പേടിച്ചോടിയതല്ല, ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് അവളെ. സംസാരവും അടുത്തു നിന്നുള്ള പെരുമാറ്റവും എല്ലാം സഹിക്കാൻ പറ്റാതെ പോയതാണ്. അവളോട് എങ്ങനെയാ ഇറങ്ങിപ്പോകാൻ പറയുന്നത്? നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റല്ലേ എന്നെല്ലാം ചിന്തിച്ചു. ഇനി പക്ഷേ ധൈര്യമായിട്ട് പറയാം, ഹരി പറഞ്ഞു. അത് കേട്ടതും മുത്തശ്ശി അവൻ്റെ തലയിൽ ഒന്ന് തലോടി. സമാധാനമായത് ഇപ്പോഴാ, എനിക്ക് പേടിയായിരുന്നു. അവൾ വന്ന് അവളുടെ ശല്യം താങ്ങാൻ പറ്റാതെ എന്തെങ്കിലും പറയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോവുകയോ എന്നൊക്കെ ആലോചിച്ച്. ഞാനില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ആരാ എൻ്റെ ഓൾഡ് പീസിൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്നത്? അവൻ പറഞ്ഞതും ഓൾഡ് പീസ് നിൻ്റെ അച്ഛനും അമ്മയും, മുത്തച്ഛൻ പറഞ്ഞതും ആ ഓൾഡ് പീസിൻ്റെ അച്ഛനാണ് എൻ്റെ മുത്തച്ഛൻ എന്ന കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞ് അവൻ മുത്തച്ഛൻ്റെ താടിയിൽ പിടിച്ചു. നീ എന്താ റൂമിൽ പോയിട്ട് വേഗം തിരിച്ചു വന്നത്? മുത്തശ്ശി ചോദിച്ചുകൊണ്ട് അവനെ ബെഡിലിരുത്തി. അത് തനിക്ക് മനസ്സിലായില്ലേ? ഇവൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത റൂമിലായിരിക്കും അവൾ, ആ ശിവരഞ്ജിനി. ഇവനെ അന്വേഷിച്ച് ഇവൻ്റെ റൂമിലേക്ക് ചെന്നാലോ എന്ന് പേടിച്ച് നമ്മുടെ കൊച്ചുമകൻ ഇറങ്ങി വരാനാണ് സാധ്യത, മുത്തച്ഛൻ പറഞ്ഞതും ഹരി മുത്തച്ഛനെ ഒന്ന് നോക്കി. എങ്ങനെ ഇത് കറക്റ്റായിട്ട് പറഞ്ഞു എന്നായിരുന്നു അവൻ്റെ നോട്ടം. മുത്തശ്ശിക്ക് ക്ഷീണം തോന്നുന്നുണ്ടോ? ഹരി ചോദിച്ചു. ഇല്ല. എന്തു പറ്റി? ഉറങ്ങാൻ പോണോ? ഇല്ലട കണ്ണാ, കാര്യം പറയേ. എനിക്ക് ഒരു ബ്ലാക്ക് കോഫി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. മുത്തശ്ശിയുടെ സ്പെഷ്യൽ ഉണ്ടാക്കി തരുമോ? അവൻ ചോദിച്ചു. അതിനെന്താ, ഉണ്ടാക്കി തരാലോ. നിങ്ങൾക്ക് വേണോ? മുത്തശ്ശി മുത്തച്ഛനോട് ചോദിച്ചു. എന്തായാലും നീ എടുക്കുകയല്ലേ, എന്നാൽ പിന്നെ എനിക്കൂടി എടുത്തോ, മുത്തച്ഛൻ പറഞ്ഞു. എന്തു പറ്റി? വയറിന് അസ്വസ്ഥത വല്ലതും ഉണ്ടോ? മുത്തച്ഛൻ അവനോട് ചോദിച്ചു. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, നമ്മൾ വന്നതേ ആറ്റം ബോംബുകളുടെ ഇടയിൽ നിന്നാ. ആ 4 ആറ്റം ബോംബുകളും കൂടി എന്തെങ്കിലും നിനക്ക് കലക്കി തന്നോ എന്നറിയാനാണ്. കണ്ടില്ലേ ആ പൂജയുടെയും നിരഞ്ജൻ്റെയും അവസ്ഥ? മുത്തച്ഛൻ പറഞ്ഞത് കേട്ട്
എല്ലാവരും അതോർത്ത് ചിരിച്ചു. നിങ്ങളിരിക്ക്, ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് മുത്തശ്ശി വാതിൽ തുറന്ന് പുറത്തേക്ക് പോയിരുന്നു. ഹരി മുത്തച്ഛനെ നോക്കി. മോനെ, നിനക്കറിയാലോ കാര്യങ്ങൾ. ശിവാനന്ദ്, അവൻ ഒരു കൗശലക്കാരനാണ്. അവൻ്റെ നോട്ടം നിന്നെയാണ്. നിന്നിലൂടെ അവരിലേക്ക് എത്താൻ പോകുന്ന സ്വത്തുക്കളാണ്. അതൊന്നും പറഞ്ഞാൽ നിൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ. മുത്തച്ഛൻ പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുകയുമില്ല. അതുകൊണ്ടാണ് മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാം അറിയാമായിരുന്നിട്ടും ഞങ്ങളൊന്നും പറയാത്തത്. പക്ഷേ ഇനി ശ്രദ്ധിക്കണം. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് വരവായിരിക്കും. ഇനി നമ്മുടെ കോളേജിൽ അവൻ ചോദിക്കുന്നത് തന്നെ ചിലപ്പോൾ നിൻ്റെ അമ്മ മോൾ അവിടെ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. ഇനി സൂക്ഷിക്കണം. നീ ഒറ്റയ്ക്കല്ല, പൊന്നുവിനെയും. ഇനി അതുകൊണ്ട് ഇവിടെ നിന്നും മാറി നിൽക്കണ്ട, മുത്തച്ഛൻ പറഞ്ഞു. ഞാൻ മാറി നിൽക്കില്ല മുത്തച്ഛ. അന്ന് പേടിച്ച് മാറി നിന്നതല്ല. വെറുതെ എന്തിനാ അമ്മയെ വിഷമിപ്പിക്കുന്നത് എന്ന് കരുതി. അവൾ മേത്തേക്ക് കയറാൻ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ചാൽ അത് ചിലപ്പോൾ വഴക്കിലേക്ക് ആവും. അതുകൊണ്ട് ഞാൻ സ്വയം മാറി നിന്നതാണ്, അവൻ പറഞ്ഞു. അറിയാം മുത്തച്ഛന്. ഇനി എനിക്കറിയാം മുത്തച്ഛ എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് മുത്തച്ഛനും മുത്തശ്ശിയും വിഷമിക്കേണ്ട, ഹരി പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി അവർക്കുള്ള ബ്ലാക്ക് കോഫിയുമായി വന്നു. അവർ മുത്തച്ഛൻ്റെ റൂമിൽ ഇട്ടിരിക്കുന്ന സോഫയിലേക്ക് ഇരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ അങ്ങോട്ട് വന്നത്. അച്ഛനെ ഞാൻ കുറച്ച് മുമ്പ് പ്രതീക്ഷിച്ചു, ഹരി പറഞ്ഞു. അതെങ്ങനെയാ? നിൻ്റെ അമ്മ വിടണ്ടേ? ആങ്ങള വന്നതിൻ്റെ സന്തോഷമായിരുന്നു, അച്ഛൻ പറഞ്ഞു. നിനക്ക് വേണോ മോനെ കോഫി? മുത്തശ്ശി ചോദിച്ചു. വേണ്ട അമ്മേ. മോനെ ഹരി, ഇന്ന് അമ്മ എന്നോട് പൊന്നു പഠിപ്പിക്കുന്ന ആ കോളേജിൽ തന്നെ ശിവരഞ്ജിനിക്ക് വേക്കൻസി ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? നിൻ്റെ അമ്മയെ ആങ്ങളെയും ഭാര്യയും അവരുടെ മകളും കൂടി നന്നായി ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരുടെ റൂമിൽ പോയി വന്നപ്പോൾ തുടങ്ങി എൻ്റെ ചെവി ഇപ്പോഴാണ് ഒന്ന് റെസ്റ്റ് തന്നത്. നിൻ്റെ അമ്മയ്ക്ക് എല്ലാവരുടെയും കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ആങ്ങളയുടെ കള്ളത്തരം മാത്രം കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്നാ എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം ശരിയാണ്. അച്ഛനും അമ്മയും മരിച്ചുപോയ അവളെ വളർത്തിയതും നല്ല നിലയിൽ എത്തിച്ചതും എല്ലാം ആങ്ങളെയാണ്. അതിനൊന്നും അച്ഛൻ എതിര് പറയുന്നില്ല. പക്ഷേ അയാളുടെ ഇപ്പോഴത്തെ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അച്ഛൻ പറഞ്ഞതും ഇതുതന്നെയാണ് ഞങ്ങളും സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്തായാലും പൊന്നുവിനെ ഹരി വിവാഹം കഴിക്കാൻ പോകുന്നതിൽ എന്തെങ്കിലും ഒരു ഇടങ്കോലുമായിട്ട് വരും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുകയായിരുന്നു ഞാൻ, മുത്തശ്ശൻ പറഞ്ഞു. അത് പറയാൻ തന്നെയാണ് ഞാനും വന്നത്. പിന്നെ ഹരി, ഇനി നമ്മുടെ കോളേജിൻ്റെ കാര്യം കൂടി നീ ഒന്ന് നോക്കി നടത്താമോ? അച്ഛൻ ചോദിച്ചതും ഹരി അച്ഛനെ ഒന്ന് നോക്കി. അച്ഛാ, അച്ഛൻ എന്നോട് എന്താ പറഞ്ഞത്? ജ്വല്ലറി മാത്രം നോക്കി നടത്തിയാൽ മതിയെന്ന്. എൻ്റെ ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ പോലും ഞാൻ ഒഴിവാക്കി അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവിടെ അച്ഛൻ്റെ ബിസിനസ്സുകൾ നോക്കി നടത്തുന്നത്. അപ്പോൾ ഇനി അച്ഛൻ എനിക്ക് അടുത്ത പണി കൂടി തരുവാണല്ലോ. ഒരു കാര്യം ഞാൻ ചെയ്യാം. എൻ്റെ പെണ്ണ് പഠിക്കുന്ന കോളേജിലെ കാര്യങ്ങൾ ഞാൻ നോക്കാം, ഹരി പറഞ്ഞു. അത് കേട്ടതും മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും നോക്കി. നീ ഇപ്പോൾ തന്നെ ആ പെൺകുട്ടിയെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഈ മരുന്ന് കഴിക്കുന്നത് പോലെ പോയി കാണുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇനി അതുകൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നീ അവിടെ നിന്നും ഇറങ്ങില്ല. അതുകൊണ്ട് ആ കോളേജ് ഒഴിച്ച് ബാക്കിയുള്ളത് നീ നോക്കിക്കോ, അച്ഛൻ പറഞ്ഞു. വേണ്ട അച്ഛാ, അതച്ഛന് ബുദ്ധിമുട്ടാവില്ലേ? അച്ഛൻ തന്നെ നടത്തിക്കോ, ഹരി പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും ചിരിച്ചു. അല്ല മോനെ, അച്ഛൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. മോൻ കോളേജുകളുടെ കാര്യങ്ങൾ ഒന്ന് നോക്കി നടത്തണം എന്ന് തന്നെയാണ് മുത്തച്ഛൻ്റെയും ആഗ്രഹം. മറ്റൊന്നും കൊണ്ടല്ല. ഇനിയിപ്പോൾ നിൻ്റെ അമ്മയുടെ പ്രഷർ സഹിക്കാൻ പറ്റാതെ ആ പെണ്ണിന് അവിടെ ഒരു വേക്കൻസി നമ്മൾ കൊടുത്താൽ തന്നെ പൊന്നു അവിടെ ഉള്ളത് കൊണ്ട് അവൾ എന്തെങ്കിലും ഉടായ്പ് വേല കാണിച്ചാൽ അത് പണിയാകും. കാരണം നീ പറഞ്ഞത് വെച്ച് അവിടെ നിരഞ്ജനും പൂജയും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവൾ കൂടി ചേർന്ന പിന്നെ പറയണ്ടല്ലോ, മുത്തശ്ശി പറഞ്ഞതും. അതോർത്ത് മുത്തശ്ശി പേടിക്കണ്ട. ഫോർ ദ പീപ്പിളിനെ തോൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ മുത്തശ്ശി ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തിൽ അതിൻ്റെ ഗൗരവം ഓർത്തുകൊണ്ട് മാത്രം ഞാനൊരു കാര്യം ചെയ്യാം. കോളേജുകളുടെ കാര്യം കൂടി ഞാൻ ഏറ്റെടുക്കാം, ഹരി പറഞ്ഞു. അല്ല മോനെ, അവിടെ നമുക്ക് വേക്കൻസി ഒന്നുമില്ല എന്ന് പറഞ്ഞ് മറ്റൊരു കോളേജിൽ വേക്കൻസി കൊടുത്താലോ, മുത്തച്ഛൻ പറഞ്ഞു. അത് പറ്റില്ല അച്ഛാ. അവർ എല്ലാം അറിഞ്ഞ് പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്, ഹരിയുടെ അച്ഛൻ പറഞ്ഞതും എല്ലാവരും അദ്ദേഹത്തെ നോക്കി. അതെന്താ?
അച്ഛൻ അങ്ങനെ പറഞ്ഞത്? ഹരി ചോദിച്ചു. അതോ, നമ്മുടെ MSc ബയോളജിയിലെ അധ്യാപിക ഡെലിവറിയുമായി ലീവ് ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിലേക്ക് താൽക്കാലിക നിയമനം നടത്താമെന്ന അമ്മ പറയുന്നത്. അതെങ്ങനെ അമ്മ അറിഞ്ഞു എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് ശിവരഞ്ജിനി തന്നെ പറഞ്ഞതാണെന്ന്. അപ്പോൾ അന്വേഷിച്ച് വെച്ചിട്ടൊക്കെയാണ് അവർ വന്നിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് മറുത്തൊന്നും പറയാനും പറ്റില്ല. നീ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അവളുടെ സ്വഭാവം അറിയാലോ, കൊഞ്ചിച്ചും ലാളിച്ചും വഷളാക്കി വെച്ചിരിക്കുക ആ പെണ്ണിനെ. അതുകൊണ്ട് നീ അവിടെ ഉള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. എന്തു പറയുന്നു? എന്താ അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനം? ഹരിയുടെ അച്ഛൻ മുത്തച്ഛനോടും മുത്തശ്ശിയോടും ചോദിച്ചു. മോൻ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. എന്താണെങ്കിലും ഞങ്ങൾ കൂടെയുണ്ട്. പിന്നെ അവളെ ഇവിടെ അധികം നിർത്താൻ പറ്റില്ല കേട്ടോ. രുദ്ര, നിനക്കറിയാലോ ആ പെണ്ണിൻ്റെ സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, മുത്തശ്ശി പറഞ്ഞു. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. അതിന് ഇവൻ വിചാരിക്കണം, ഹരിയുടെ അച്ഛൻ പറഞ്ഞു. എന്ത്? ഹരി ചോദിച്ചു. അത് വേറൊന്നുമല്ല, നീ പൊന്നൂട്ടിയെ ഇങ്ങോട്ട് വേഗം കൊണ്ടുവന്നാൽ മതി. അപ്പോൾ പിന്നെ അവൾ വേഗം പൊയ്ക്കോളും. അവൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, അച്ഛൻ പറഞ്ഞു. അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ, മുത്തശ്ശനും പറഞ്ഞു. എന്തായാലും ഞാൻ നോക്കട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാകും. പിന്നെ എൻ്റെ പെണ്ണിൻ്റെ കൂടെയും, ഹരി പറഞ്ഞു. അപ്പോഴേക്കും ഹരിക്കൊരു ഫോൺ വന്ന് അവൻ ഫോണുമായി പുറത്തേക്ക് പോയി. നമ്മുടെ കുഞ്ഞ് ഒരുപാട് സന്തോഷത്തിലാണ്. ആ ശിവരഞ്ജിനിയുടെ വരവ് അവൻ്റെ സന്തോഷം ഇല്ലാതാക്കാനാണെങ്കിൽ ഞാൻ പ്രതികരിക്കും കേട്ടോ രുദ്ര. അവൾ ഇവിടെ വന്ന കാരണമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പമുള്ള കുറേ നാളുകൾ ഞങ്ങൾക്ക് വിട്ടുനിൽക്കേണ്ടി വന്നത്. ഇനി അതിന് പറ്റില്ല, മുത്തശ്ശി പറഞ്ഞു. ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. മുത്തശ്ശനും അച്ഛനും പരസ്പരം നോക്കി. ശരിയാണ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്ന് അവന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അവൻ നമ്മുടെ ഒറ്റ മകനായിരുന്നില്ലേ? ഇവിടെ സന്തോഷമായിട്ടില്ലേ നമ്മൾ കഴിഞ്ഞത്? അതിനിടയിലേക്കല്ലേ അവൾ വന്നത്? നിന്റെ ഭാര്യയാണെങ്കിൽ പെങ്കൊച്ചുങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവളെ എടുത്ത് തലയിൽ വെച്ചു. അവളാണെങ്കിൽ നമ്മുടെ ഹരിക്കുട്ടൻ്റെ പുറകെ എപ്പോഴും നടക്കും. അതുകൂടിയായപ്പോൾ സഹിക്കാൻ പറ്റിയില്ല നമ്മുടെ കൊച്ചിന്. എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ ഭാര്യയ്ക്ക് മനസ്സിലാവോ? ഇല്ല. വെക്കേഷന് പോലും അവൻ ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നിർബന്ധിച്ചാണ് അപ്പോൾ ഒന്ന് വരുന്നത്. ഒരുപാട് നാൾ പൊന്നുവിനെ നമ്മുടെ ഹരിക്കുട്ടൻ ആരും അറിയാതെ ഇഷ്ടപ്പെട്ടതാ. ഇപ്പോൾ അവൻ ആ സ്നേഹം തിരിച്ചു കിട്ടിയപ്പോൾ അത് കളയാനായിട്ട് ദേ വന്നിരിക്കുന്നു അടുത്ത അവതാരം. അവരുടെ ഉദ്ദേശം നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, മുത്തച്ഛൻ അച്ഛനോട് ചോദിച്ചു. മനസ്സിലാകുന്നുണ്ട്, മനസ്സിലാവാകയൊന്നുമില്ല അച്ഛാ. പക്ഷേ നമുക്ക് ഒന്നും ശിവകാമിയോട് പറയാൻ പറ്റുന്നില്ലല്ലോ. ശിവകാമിക്ക് ആങ്ങളെ എന്ന് പറഞ്ഞാൽ അറിയാവുന്നതല്ലേ അച്ഛന്? അറിയാം, പക്ഷേ ആങ്ങളെ അല്ല വലുത്, മകനാണ്. അത് നീ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റൂ, മുത്തച്ഛൻ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. എന്നാൽ ഇതേ സമയം ശിവരഞ്ജിനിയും അച്ഛനും അമ്മയും അവരുടെ റൂമിലായിരുന്നു. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ കോളേജിൽ തന്നെ എനിക്ക് ജോലിക്ക് കയറിയേ പറ്റൂ. അവളെ എനിക്കൊന്ന് കാണണം, എൻ്റെ ഹരിയുടെ മനസ്സ് കീഴടക്കിയ ആ പെണ്ണിനെ. അച്ഛൻ്റെ പെങ്ങൾ വാ തോരാതെ ഇരുന്ന് പുകഴ്ത്തുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അപ്പോൾ തുടങ്ങി ഞാൻ ഉറപ്പിച്ചതാ അവളെ ഒന്ന് കാണണമെന്ന്. മാത്രമല്ല, അവൾക്ക് ഇവനെ വേണ്ട എന്ന് പറയും. ആ അവസ്ഥയിൽ ഞാൻ എത്തിക്കും. ഞാനാണ് ഹരിയുടെ ഭാര്യ, എനിക്ക് വേണം. തെക്കേടത്ത് ജ്വല്ലറിയുടെ ഉടമസ്ഥനാണ് ഹരി. അതുമാത്രോ, ഈ കോളേജുകളെല്ലാം എല്ലാത്തിൻ്റെയും അവകാശി. എനിക്കവൻ്റെ ഭാര്യയായിട്ട് ഒന്ന് വിലസണം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ ഈ ബന്ധത്തിൽ നിന്നും ഒഴിവാക്കണം. അതിനു വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ആ കോളേജിൽ കയറണം, അത്ര അത്യാവശ്യമാണ്. അച്ഛനും കൂടി ഒന്ന് അച്ഛൻ്റെ സഹോദരിയായിട്ട് സംസാരിക്കേ. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം, ശിവരഞ്ജിനി ദേഷ്യത്തിൽ പറഞ്ഞു. മോളെ ശിവ, നിനക്കറിയാലോ, നീ ഇവിടെ വന്ന് നിന്ന ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇവിടെ നിന്നും ഹരി മാറി മറ്റൊരു വീടെടുത്ത് താമസിച്ചത്. പക്ഷേ ഇനി അവൻ എന്തായാലും പോകില്ല. അതുമാത്രമല്ല, അന്നത്തെ പോലെ ഒരു കോളേജ് സ്റ്റുഡൻ്റ് അല്ല അവൻ. അത് ഓർക്കണം. അവൻ പ്രതികരിക്കും. അത് എങ്ങനെയാവും എന്നൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ അറിയാത്ത രീതിയിൽ വേണം നീ അവൻ്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ. അവൾക്ക് ഇവനെ കാണുന്നത് പോലും പേടിയാവണം, അച്ഛൻ അവളോട് പറഞ്ഞു. എനിക്കറിയാം അച്ഛാ, ഞാൻ ചെയ്തോളാം. എനിക്കൊന്ന് അവിടെ കയറിപ്പറ്റി കിട്ടിയാൽ മതി, ശിവരഞ്ജിനി പറഞ്ഞു. നമുക്ക് ഒരുപാട് നേരം ഇവിടെ സംസാരിച്ചിരിക്കണ്ട. അച്ഛനും അമ്മയും ചെല്ല്,
ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ഉറക്കം വരുന്നുണ്ട്, അവൾ പറഞ്ഞു. അത് കേട്ടതും അവളുടെ അച്ഛനും അമ്മയും ആ റൂമിൽ നിന്ന് പോയി. വീട്ടിൽ ചെന്നതും പായസമൊക്കെ കുടിച്ചതിൻ്റെ ക്ഷീണം കാരണം എല്ലാവരും ഓരോ സ്ഥലത്ത് കിടന്നു. അല്ല, നിനക്കൊക്കെ വീട്ടിൽ പോയി കിടക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഐറ അങ്ങോട്ട് വന്നു. ഞങ്ങളെന്തിനു വീട്ടിൽ പോകുന്നത്? ഓ, നിനക്ക് നിൻ്റെ കെട്ടിയോൻ്റെ ഒപ്പം പോയി കിടക്കാനല്ലേ? നീ പോയി കിടന്നോടി. ഞങ്ങളിതേ ഇവിടെ ഇരുന്ന് ആസ്വദിക്കാൻ പോവുകയാ ഈ രാത്രി. അപ്പോൾ നിങ്ങളിന്ന് പോകുന്നില്ല? അവൾ ചോദിച്ചു. ഇല്ല, ഞങ്ങളിന്ന് പോകുന്നില്ല. ഇന്ന് ഇവിടെ കൂടാൻ പോവുകയാ. രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ പോയി റെഡിയായിട്ട് കോളേജിലേക്ക് പോകാമല്ലോ, വാണി പറഞ്ഞു. അവർ ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴാണ് നിരഞ്ജൻ്റെ ബാൽക്കണിയിലെ ലൈറ്റ് തെളിയുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയപ്പോൾ ബാൽക്കണിയിൽ നിന്ന് അവരുടെ ഭാഗത്തേക്ക് നോക്കുന്ന നിരഞ്ജനെ അവർ കാണുന്നത്. ഹായ്, ഞാനാണ് കാർത്തിക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ പുതിയൊരാൾ കൂടി നമ്മുടെ സ്റ്റോറിയിൽ വന്നിട്ടുണ്ട്, ശിവരഞ്ജിനി. ഇതിൽ ശരിക്കും വില്ലത്തി ശിവരഞ്ജിനിയോ പൂജയോ? കേൾക്കാം വരും ഭാഗങ്ങളിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ മറുപടി തരൂ കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.